അങ്ങെന്തിനാ അസ്വസ്ഥരാവുന്നത്? അങ്ങിരിക്കും. നീ മിണ്ടരുത്. നീ മിണ്ടാറാവുമ്പോ ഞാൻ പറയും. ഓക്കെ, ഞാൻ അങ്ങക്ക് വഴങ്ങാ. ഒരു മര്യാദ ഉണ്ട്. അതെന്തോന്ന് സാധനം? അങ്ങ് പ്രക്ഷുബ്ധനാവല്ലേ, ശോഭിക്കല്ലേ? കൂളായ നീ കൂളായ അവൻ നോക്കിയാൽ അങ്ങനെ ചെയ്യില്ല. ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്. I am on my legs. No. ഇംഗ്ലീഷ് വേണ്ട. നീ ആര് സായിപ്പിനുണ്ടായതാ? മുടിഞ്ഞ ഇംഗ്ലീഷ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. You don't have any right. No. To interrupt. No. ഉനക്ക് തെരിയുമോടാ ഇത് ABCDടാ. മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ നേരിടേണ്ടത് ഇങ്ങനെയല്ലോ. ശശിയെ എന്നാണ് ഈ പറയുന്നത്? You have പോരട്ടെ You have no right. എന്ന് വെച്ചാൽ എന്താ? എനിക്ക് ഒരു പിടിയും കിട്ടണില്ല. അതാണ് പറഞ്ഞത്. അങ്ങനെയാണോ നേരിടേണ്ടത്? അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. അതാണ് പ്രശ്നം. അദ്ദേഹം പറഞ്ഞത് ഞാൻ വെർബാറ്റം ഞാൻ പറയാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. യു ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു ഇന്ററപ്റ്റ് എന്നേ പറഞ്ഞുള്ളൂ. അങ്കിളിന് ഇംഗ്ലീഷ് അറിയില്ലേ? ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കരമായിട്ട് അറിയാം, പക്ഷെ ഞാൻ സംസാരിക്കില്ല. യു ഹാവ് നോ റൈറ്റ് ടു ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യുന്നതിന് അവകാശമില്ല എന്നല്ലേ പറഞ്ഞത്? അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? I am on my legs എന്ന് പറഞ്ഞാൽ അതൊരു പാർലമെന്ററി വേർഡാണ്. കുട്ടിക്കാലത്ത് കാരണവന്മാര് പള്ളിക്കൂടത്തിൽ പറഞ്ഞു വിടുമ്പോ പറങ്ങാണ്ടി പറക്കാൻ പോയാലിങ്ങനെ എണ്ണി വാടും. ആ പാർലമെന്ററി വേർഡ് അത് നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഈ ഫയലും കൊടുത്തേ, സ്വയം വായിച്ചു നോക്കട്ടെ. അതിന് വായിക്കാൻ അറിയട്ടെ. പഴയ പാർലമെന്റ് അംഗങ്ങളും നിയമസഭാ അംഗങ്ങളും ഒക്കെ പ്രസംഗിച്ചത് എനിക്ക് വായിച്ചു നോക്കിയാൽ അറിയാം. വല്ല പ്രാന്തണ്ട ഈ ഉളകളോട് വർത്താനം പറയാൻ.